ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായി സേഫായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്. ഒരുവിധം എല്ലാവർക്കും, പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെട്ട മഷ്റൂം മസാല. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്ന നോക്കിയാലോ. അതിനായി ഞാനിവിടെ 750 ഗ്രാം മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനിവിടെ നല്ലോണം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഞാൻ മുഴുവൻ ഇപ്പോൾ കട്ട് ചെയ്ത് വന്നു. ഈ ഒരു വലിപ്പത്തിൽ നമുക്കെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊരു മസാലപ്പൊടി തയ്യാറാക്കി എടുക്കണം. അതെങ്ങനെയാന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലി, അതുപോലെ 2 ടേബിൾ സ്പൂൺ ഫുൾ പെപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങളിൽ ഇപ്പം ഇങ്ങനെ മുഴുവനായിട്ടില്ലെങ്കിൽ ജസ്റ്റ് പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതി. 1 ടേബിൾ സ്പൂൺ വീതം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ 2 ഏലക്കായ, ഒരു 4-5 കറിയാകുമ്പോൾ വളരെ ചെറിയ പീസ് ബേ ലീവ്സും, അതുപോലെ കുഞ്ഞി പട്ട, കുഞ്ഞി സ്റ്റാർ അനിയൻസ്. ഇതെല്ലാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. ഇത് ഫ്രൈ ചെയ്യാൻ ഞാൻ ഇവിടെ ഒരു പാൻ ചെറുതായി ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ സ്പൈസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, അത് മറക്കരുത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. നമുക്കതിലേക്ക് നമ്മുടെ കുരുമുളകും മല്ലിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പൊടികൾ ആഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ലാസ്റ്റ് നമ്മൾ മസാലയൊക്കെ റെഡിയാക്കാൻ ടൈമില്ല, ആ ഓണിയനൊക്കെ വാട്ടുന്ന ടൈമിൽ മാത്രം ആഡ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം. ചൂടാറിന് ശേഷം നമുക്ക് നല്ലോണം അത് പൊടിച്ചിട്ട് വരാം. നല്ലോണം പൊടിക്കണം. ഞാനിപ്പോൾ ഇത് പൊടിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പൊടിക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള കറി തയ്യാറാക്കി എടുക്കാം. അതിനായി ഞാൻ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കോക്കനട്ട് ഓയിൽ, എന്നും പറയുന്ന പോലെ തന്നെ നാടൻ വിഭവങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ എപ്പോഴും നല്ലത്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം വാടാൻ നിൽക്കേണ്ട ഇഞ്ചി വെളുത്തുള്ളി, ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള ഓണിയനാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 750 ഗ്രാം കൂണാണ് എടുത്തത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ 3 ഓണിയൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ മാറ്റിക്കൊണ്ടിരിക്കാതെ ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ പച്ചമുളകും വേപ്പിലും, ഞാൻ 3 പച്ചമുളകും കുറച്ച് വേപ്പിലും എടുത്തിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓണിയനൊക്കെ ഏകദേശം കളറ് മാറി ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നല്ലോണം ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് നമ്മുടെ പൊടികൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിച്ച ആ മസാല ഉണ്ടല്ലോ, അത് മുഴുവൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മല്ലിയും കുരുമുളകിനെ പൊടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ നേരത്തെ തയ്യാറാക്കിച്ച ആ പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്യാം. ഈ പൊടികളൊക്കെ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, അത് മറക്കരുത്. നമുക്ക് ഒരു തക്കാളി ഇതേപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. അത് ആഡ് ചെയ്തെടുക്കാം. ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുള്ളത്. അതുപോലെ തക്കാളിയൊക്കെ എടുക്കുമ്പോൾ പുളി കുറവുള്ള തക്കാളിയൊക്കെ എടുക്കാൻ നോക്കാം. അപ്പോൾ നല്ല പുളിയുള്ള തക്കാളിയൊക്കെ ആണെങ്കിൽ പകുതി എടുത്താൽ മതി. നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയുടെ പേസ്റ്റ് ആക്കണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്തെടുത്താലും മതി. നമുക്ക് ഈ തക്കാളിയുടെ ഒക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറി തക്കാളിക്ക് ഒന്ന് വേവുന്ന വരെ നമുക്കത് മൂടി വെച്ചിട്ട് വേവിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിക്കാൻ, മറക്കരുത്. അപ്പോൾ അത് മൂടി വെച്ച് ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ട്. നമുക്കത് കുറച്ചുകൂടി തുറന്നു നോക്കാം. ഇതായിപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വാടി അതിന് വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് ഈ മഷ്റൂമിലൊക്കെ നല്ലോണം മസാല പിടിച്ചിട്ടുണ്ട്. നമ്മളിതിൽ വെള്ളമൊന്നും തീരെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം മഷ്റൂമിൽ എന്തായാലും വെള്ളം വന്നോളും. നമുക്കിത് ഇനി അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇത് വേവുന്ന സമയം നമുക്ക് ഞാൻ ഇവിടെ ഒരു 10-12 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് പേസ്റ്റ് ആക്കി എടുക്കാം. ഞാൻ പേസ്റ്റ് ആക്കി മിക്സ് ചെയ്ത് നല്ലോണം അരച്ച് വന്നിട്ടുണ്ട്. ഇത്തിരി വെള്ളം ഒഴിച്ച് അരച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മഷ്റൂം ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മളെ മഷ്റൂമിനൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്.
നമ്മൾ തീരെ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമ്മൾ അടച്ചു വെച്ചിരുന്നത്. ഇപ്പോൾ നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി മഷ്റൂമൊക്കെ വെന്തു. നമുക്ക് അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ആ കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇതിപ്പോൾ ആഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ കറിക്കൊരു നല്ലൊരു റിച്ച് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാഷ്നട്ട് ആഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് ഈ സമയം ഇത്രയും മതി. നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്തെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഷുഗർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയൊരു മധുരിപ്പ് ആകുമ്പോൾ നല്ല കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അതും ഈ പറഞ്ഞ മധുരം താല്പര്യമില്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം. അതും ഓപ്ഷനാണ്. നമുക്ക് ലാസ്റ്റായി കുറച്ച് മല്ലിയില സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിയില എടുത്തിട്ടുണ്ട്. ഒരു പിടി അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചൊന്ന് കടച്ച് വയ്ക്കാം. മഷ്റൂമിലൊക്കെ കുറച്ച് സമയം എടുക്കും മസാലയൊക്കെ പിടിക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറിയ പ്ലേറ്റിലേക്ക് മാറ്റാം. നാടൻ സ്റ്റൈലുള്ള മഷ്റൂം മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞ് വളരെ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. വെജുകാർക്ക് നോൺ വെജുകാർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്തൊക്കെ എല്ലാവരും. അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എൻ്റെ റൈറ്റ് സൈഡിലുള്ള ഒരു ബെല്ലൈക്കൺ കാണാം. അതിൽ പ്രസ് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പം കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.